ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അതിനെ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വിളിക്കും. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ. എണ്ണാൻ വേണ്ടി നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുമല്ലോ 1, 2, 3 എന്ന്. ആ നമ്പേഴ്സിനെയാണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓൾ കൗണ്ടിങ് നമ്പേഴ്സ് എക്സെപ്റ്റഡ് 0 ആർ കാൾഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിനോട്ടഡ് ബൈ എൻ. അതിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ ഉപയോഗിച്ചാണ്. നെക്സ്റ്റ് വൺ, വോൾ നമ്പർ. ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എലോങ് വിത്ത് 0 ആർ കാൾഡ് വോൾ നമ്പർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ W എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞു, 1, 2, 3 എന്നുള്ള നാച്ചുറൽ നമ്പർ പറഞ്ഞു അല്ലേ. അതിൻ്റെയോടൊപ്പം 0യും കൂടെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വോൾ നമ്പർ. അപ്പം വോൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെ എക്സെട്ര അങ്ങനെ അങ്ങ് പോവും. അപ്പം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1ൽ തുടങ്ങും, 1, 2, 3 എന്നും പറഞ്ഞ് പോവും. വോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0ൽ തുടങ്ങും, 0, 1, 2, 3. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ W വെച്ചാണ്. നെക്സ്റ്റ് വൺ, ഇൻറ്റിജേഴ്സ് നമ്പർ. ദ കളക്ഷൻ ഓഫ് ഓൾ വോൾ നമ്പർ എലോങ് വിത്ത് ദ നെഗറ്റീവ് നമ്പേഴ്സ് ആർ കോൾഡ് ഇൻറ്റിജർ നമ്പേഴ്സ്. വോൾ നമ്പറിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം വോൾ നമ്പേഴ്സിൻ്റെ കൂടെ ആരും കൂടെ കടന്നു വരും, നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വരും. ഉദാഹരണം -4, -3, -2, -1 അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ വോൾ നമ്പറിൻ്റെ കൂടെ ആഡായി വരും. ഇതിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ I വെച്ചാണ്. ഇവിടെ മൈനസ് നമ്പേഴ്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ നെഗറ്റീവ് ഇൻറ്റിജർ എന്നും പോസിറ്റീവ് നമ്പേഴ്സിനെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നും വിളിക്കും. അടുത്തതാണ് റാഷണൽ നമ്പേഴ്സ്. എ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് P/Q where P and R are integers and Q not equal to 0 is called rational number. അപ്പോൾ റാഷണൽ നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭിന്നസംഖ്യ അറിയാമല്ലോ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ അംശവും ഛേദവും വരുന്ന P/Q ഫോമിൽ എഴുതുന്ന അത്തരം നമ്പറുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനകത്തിലെ ഛേദം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അപ്പം ഡിനോമിനേറ്റർ 0 ആകാത്ത P/Q ഫോമിൽ അല്ലെങ്കിൽ ഭിന്നസംഖ്യ രൂപത്തിൽ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പർ രൂപത്തിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഇർറാഷണൽ നമ്പേഴ്സ്. എ നമ്പർ വിച്ച് cannot be expressed in the form of P/Q. P/Q ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഇർറാഷണൽ നമ്പേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ Pയും Qവും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം, Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. മനസ്സിലായല്ലോ. കാരണം റാഷണൽ നമ്പറായിട്ട് എഴുതാൻ പറ്റാത്ത എല്ലാ നമ്പരും നമ്മൾ എന്തായിരിക്കും, ഇർറാഷണൽ നമ്പർ ആയിരിക്കും. എക്സാമ്പിൾ √2, √3, √7 എക്സെട്ര. നെക്സ്റ്റ്, റിയൽ നമ്പർ. ഓൾ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ആർ നോൺ ആസ് റിയൽ നമ്പർ. എല്ലാ റാഷണൽ നമ്പറിനെയും ഇറാഷണൽ നമ്പറിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് റിയൽ നമ്പർ എന്നുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, എല്ലാ നമ്പേഴ്സിനെയും കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് റിയൽ നമ്പർ എന്നുള്ളത്. അടുത്തത് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് അറിയാമല്ലോ, നമ്മൾ കൊച്ചു ക്ലാസ് മുതലേ കേൾക്കുന്നതാണ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ എന്ന് പറയും. എന്താണ് സംഭവം? ഓൾ കൗണ്ടിങ് നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നാച്ചുറൽ നമ്പറിനെയും നമ്മൾ വിളിക്കുന്നതാണ് ഈവൻ നമ്പേഴ്സ് എന്ന്. എക്സാമ്പിൾ 2, 4, 6, 8, 10 അങ്ങനെ പോകും അല്ലേ. എല്ലാ നമ്പേഴ്സും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ എന്ന് വിളിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് അല്ലേ, അല്ലെങ്കിൽ മലയാളത്തിൽ ഒറ്റ സംഖ്യകൾ എന്ന് വിളിക്കും. എന്താ? ഓൾ കൗണ്ടിങ് നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത എല്ലാ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓഡ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ 1, 3, 5 എക്സെട്ര. നെക്സ്റ്റ്, പ്രൈം നമ്പേഴ്സ്. A counting number is called prime number if it has only 2 factors, that is 1 and the number itself. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്പേഴ്സിന് ഒന്നോ ആ നമ്പർ തന്നെ മാത്രമാണ് അതിൻ്റെ ഫാക്ടർ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം കൗണ്ടിങ് നമ്പറിനകത്തിലെ ഏതെങ്കിലും നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ഒന്നോ ആ നമ്പർ തന്നെ
മാത്രമായോ വരികയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രൈം നമ്പേഴ്സ് എന്നുള്ളത്. അതിൽ 2 എന്ന് പറയുന്ന ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. ബാക്കി എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പം പ്രൈം നമ്പേഴ്സിനകത്ത് ഒരേ ഒരു ഈവൻ നമ്പറേ ഉള്ളൂ, അത് 2 ആണ്. ഈ ഫാക്ടേഴ്സ് എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് ഈ ഫാക്ടേഴ്സ് എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞു. ഇനി എന്താണ് ഈ ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, ഞാൻ 2-3 എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. 2 എന്ന് പറയുന്ന ഒരു നമ്പർ, ഫസ്റ്റ് എക്സാമ്പിൾ 2 എന്ന് പറയുന്ന നമ്പർ, അതിന് 2 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കണം? 1ഉം 2ഉം മാത്രം അല്ലേ? വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 2 കിട്ടുമോ? ഇല്ല. അപ്പോൾ അതിനകത്തിലെ 2ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമാണ്. അതുപോലെ നെക്സ്റ്റ് നമ്പർ 3യെ കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പർ കൊണ്ട് ഗുണിക്കണം? 3ഉം 1ഉം. അപ്പോൾ അതിൻ്റെ ഫാക്ടർ, 3യുടെ ഫാക്ടർ എന്ന് പറയുന്നത് 1ഉം 3ഉം മാത്രം. നെക്സ്റ്റ് നമ്പർ 4 ഒന്ന് നോക്കിയേ. 4 കിട്ടാൻ വേണ്ടി ഏതൊക്കെ നമ്പർ തമ്മിൽ ഗുണിക്കണം? 1ഉം 4ഉം ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. അതേപോലെ മറ്റൊരു നമ്പറുണ്ട് 2 × 2, അത് ഗുണിച്ചാൽ നമുക്ക് ആരെ കിട്ടും? 4 കിട്ടും. അപ്പോൾ അവിടുത്തെ ഫാക്ടേഴ്സ് നോക്കിയേ. 1, 2, 4 ഏതൊക്കെ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 4 കിട്ടും? 1 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും, 2 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും, 4 കൊണ്ട് ഗുണിച്ചാൽ 4 കിട്ടും. അവിടുത്തെ ഫാക്ടേഴ്സ് 3 എണ്ണം ഉണ്ട്. അപ്പം 1ഉം ആ നമ്പരും കൂടാതെ 4ഉം കൂടാതെ 2 എന്ന് പറയുന്ന വേറൊരു നമ്പർ കൂടെ വന്നു. അപ്പോൾ അതിന് 3 ഫാക്ടർ ഉണ്ട് അല്ലേ? അടുത്ത നമ്പർ നോക്കിയേ 5. അത് 5 കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പർ തമ്മിൽ ഗുണിക്കണം? 1ഉം 5ഉമായിട്ട് ഗുണിച്ചാൽ മാത്രമേ 5 കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ ഫാക്ടർ 1ഉം അതേ നമ്പറായ 5ഉം മാത്രം. അടുത്ത നമ്പർ നോക്കിയേ 6. 1 × 6, അതേപോലെ 2 × 3യും 6 ആണ്. അപ്പോൾ അവിടെ മൊത്തം 4 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഫാക്ടർ എന്താണെന്ന് മനസ്സിലായോ? ഏതൊക്കെ നമ്പർ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ആ നമ്പർ കിട്ടുമെന്ന് നോക്കുക. അടുത്ത നോക്കിയേ കോ പ്രൈം നമ്പേഴ്സ്. 2 natural numbers are said to be co-primes if their highest common factor is 1. അപ്പോൾ എന്താണ് ഇനി കോ പ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ? ഏതെങ്കിലും 2 നമ്പർ എടുക്കുക, ആ 2 നമ്പറിൻ്റെയും കോമൺ ഫാക്ടർ 1 മാത്രമായിരിക്കുക. ആ 2 നമ്പറിനെ ചേർത്ത് വിളിക്കുന്നതാണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ 9, 2. 9-നകത്തിലെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 × 9, 3 × 3. അപ്പോൾ അവിടെ 3 ഫാക്ടേഴ്സ് ഉണ്ട്, 1, 9, 3. ഇനി 2ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രം. ഇനി ഈ 9ൻ്റെ ഫാക്ടറിനകത്തിലും 2ൻ്റെ ഫാക്ടറിനകത്തിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഏതാണ്? അത് 1 മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ കോമൺ ഫാക്ടർ 1 മാത്രമായിട്ട് വരുന്ന ഒരു പെയർ നമ്പേഴ്സിനെയാണ് നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ബാക്കി എക്സാമ്പിൾ 5, 6, 11, 15. ഈ 2 നമ്പേഴ്സിനകത്തിലൊക്കെ എന്തേ ഉള്ളൂ? കോമൺ ഫാക്ടർ 1 ആയിരിക്കും. നെക്സ്റ്റ് കോമ്പോസിറ്റ് നമ്പർ. എ കോമ്പോസിറ്റ് നമ്പർ ഈസ് one which has other factors besides 1 and itself. ഒന്നും ആ നമ്പർ മാത്രമായിട്ട് ഫാക്ടർ വരുന്ന, ആ നമ്പർ മാത്രം ഫാക്ടർ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിച്ചു. ഇനി അതല്ല, ഒന്നും ആ നമ്പർ മാത്രമല്ല, അതിന് വേറെ ഫാക്ടറും കൂടെ ഉണ്ടെങ്കിൽ അതിനെയാണ് കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പറുകളെയും കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് എ നോൺ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പറുകളെയും കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കുന്നു. അതിന് ഒന്നും ആ നമ്പറും കൂടാതെ മറ്റ് ഫാക്ടേഴ്സ് കാണും. എക്സാമ്പിൾ 4, 6, 8, 9. ഇനി 1 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറുമല്ല, ഒരു കോമ്പോസിറ്റ് നമ്പറുമല്ല. അടുത്തതാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. These are series of numbers differing in one in ascending order or descending order. ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ആയ തൊട്ടടുത്തടുത്തുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. തൊട്ടടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ്, ഉദാഹരണം 12, 12ൻ്റെ അടുത്ത് കിടക്കുന്ന 13, 14, 15, അങ്ങനെ അടുപ്പിച്ച് കിടക്കുന്ന നമ്പേഴ്സിനെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നു. അതേപോലെ 4, 6, 8 അങ്ങനെ കിടക്കുന്ന നമ്പേഴ്സിനെ, ഇതൊരു ഈവൻ നമ്പർ ആണല്ലോ, 4, 6, 8 തൊട്ടടുത്തടുത്ത് കിടക്കുന്ന ഈവൻ നമ്പർ, അതിനെ നമ്മൾ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്ന് വിളിക്കുന്നു. 22, 24, 26, 32, 34, 36 അങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന ഈവൻ നമ്പേഴ്സിനെ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്നും അടുത്തടുത്ത് കിടക്കുന്ന ഓഡ് നമ്പറിനെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എന്നും വിളിക്കുന്നു. അടുത്തത് ഡെസിമൽ നമ്പേഴ്സ്. അറിയാമല്ലോ, ദശാംശ സംഖ്യകൾ. എ നമ്പർ കണ്ടെയ്നിങ് എ ഡെസിമൽ പോയിന്റ് ഈസ് കാൾഡ് എ ഡെസിമൽ നമ്പേഴ്സ്. ദശാംശ
ഇട്ട് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പം 4.2, 3.5, 4.26. അപ്പോൾ ഈ ഡെസിമൽ പോയിൻ്റ് ഇട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ പോയിൻറ്റിന് ശേഷം വരുന്ന ഓരോ ഡിജിറ്റും നമ്മൾ എണ്ണിയാണ് പറയുന്നത്. അപ്പം 3.576 എന്നേ പറയൂ. അപ്പോൾ പോയിൻറ്റിന് ശേഷം വരുന്ന നമ്പേഴ്സിനെ ഓരോ ഡിജിറ്റ് ബൈ ഡിജിറ്റായിട്ട് എണ്ണി വേണം പറയാൻ. എവരി ഡെസിമൽ നമ്പർ റെപ്രസെൻ്റ് എ ഫ്രാക്ഷൻ. ഓരോ ഡെസിമൽ നമ്പറും ഓരോ ദശാംശ സംഖ്യകളും സൂചിപ്പിക്കുന്ന ഒരു ഭിന്നസംഖ്യയാണ്. ദീസ് ഫ്രാക്ഷൻ ഹാവ് ഡിനോമിനേറ്റർ വിത്ത് പവർ ഓഫ് 10. ഏത് തരമാണ് ആ ഭിന്നസംഖ്യ? അതിൻ്റെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 10 10ൻ്റെ പവറോ ഉള്ള നമ്പേഴ്സ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാ ഡെസിമൽ നമ്പേഴ്സും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഫ്രാക്ഷനെയാണ്. ആ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 10ൻ്റെ പവേഴ്സ് ആയിരിക്കും. ഇനി അതെന്താണ് എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പിക്ചർ ഒന്ന് നോക്കിയേ. ആദ്യത്തെ ബോക്സിൽ പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് മാത്രം വരുന്ന നമ്പേഴ്സാണ്. 0.7, 0.9, 0.2. അതിനാദ്യം നോക്കിയേ, പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റേ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫ്രാക്ഷൻ രൂപം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ ഒരു സീറോ ഉള്ള നമ്പറായിരിക്കും. 10ൻ്റെ ഒരു സീറോയേ ഉള്ളൂ. അപ്പം 7/10, 9/10, 2/10. അപ്പോൾ ആ ഡിനോമിനേറ്റർ 10 എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പുറത്ത് പോയിൻ്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റേ ഉള്ളെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ 10 എടുക്കും, അല്ലെങ്കിൽ 10 എന്ന് എടുക്കും. ഇനി രണ്ടാമത്തെ ബോക്സ് നോക്കിയേ, അവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് ദശാംശം കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ഉണ്ട്. 0.39, 0.45, 0.12. അവിടെ ഡിജിറ്റ് ആ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഫ്രാക്ഷൻ എഴുതാൻ നേരത്ത് അതിൻ്റെ ഡിനോമിനേറ്ററിൽ 2 സീറോ വരുന്ന 100 ആണ് ഉപയോഗിക്കുന്നത്. അത് പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വന്നുകൊണ്ടാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ 100 എടുത്തത്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് വരുവാണെങ്കിൽ ഡിനോമിനേറ്ററിൽ നമ്മൾ എന്തെടുക്കും? 1000 എടുക്കും. ഇനി പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് ആണുള്ളതെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്തെടുക്കും? 10,000 എടുക്കും. മനസ്സിലായല്ലോ?